പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനത്തിലെ പ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്, അവൻ ആറ്റിരികത്ത് അട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. ഏത് പ്രതിസന്ധികളും ഏത് സീസണുകളും ചൂടേറിയും തണുപ്പേറിയും ഏതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നാലും അതെപ്പോഴും പച്ച നിറം കൊടുത്തിരിക്കും, പച്ചയായിരിക്കും. അല്ലെങ്കിൽ അതിനെപ്പോഴും നല്ല അനുഭവം ഉണ്ടാകുന്ന, നല്ല ഫലങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊരു ദൈവപൈതലിനെ കുറിച്ച് പറയുന്നത്. ഏത് ചൂടേറിയ അനുഭവങ്ങളിലൂടെ കടന്നു വന്നോട്ടെ, ഏത് സീസണുകൾ കടന്നു വന്നോട്ടെ, പക്ഷെ അവിടേക്കും നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി. നമ്മുടെ ഇല വാടത്തില്ല. ഈ ചൂടേറിയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു വൃക്ഷമാണ് ഈന്തപ്പന. നിങ്ങളൊന്ന് ഇടയ്ക്കൊക്കെ നോക്കണം. വീഡിയോകളിലോ അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്നവരോടൊക്കെ ചോദിച്ചാലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെയൊക്കെ ചൂടേറിയ അനുഭവങ്ങളായി. പീക്ക് ടൈമുകളൊക്കെ ആയിരിക്കും ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ഉള്ളത്. പക്ഷേ ഈ സമയത്തൊക്കെയും ഇതിൽ കായ ഉണ്ടാകുന്നുണ്ട്. കായയുടെ കളറ് ചേഞ്ച് ചെയ്യുന്ന അനുഭവമുണ്ട്. അതിൻ്റെ ഫലത്തിൻ്റെ അല്ലെങ്കിൽ ഈന്തപ്പനയുടെ പഴത്തിൻ്റെ പച്ചയിൽ നിന്ന് പതുക്കെ അതൊരു മഞ്ഞയായി, പിന്നെ ഒരു കുറച്ച് റെഡായി, പിന്നെ ഡാർക്ക് ആയി, ബ്ലാക്കായി മാറുന്ന അനുഭവമുണ്ട്. ഏറ്റവും അവസാനം ഇത് പറിച്ചെടുക്കുമ്പോൾ ഏറ്റവും മധുരമേറിയ അവസ്ഥയാണ് ഈന്തപ്പനയിൽ നിന്ന് ലഭിക്കുന്നത്. ഒത്തിരി ചൂടേറിയ ക്ലൈമറ്റിലൂടെ, ചൂടേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഇതിന് അവസാനം ഉണ്ടാകുന്നത് ഏറ്റവും മധുരമേറിയ അനുഭവമാണ്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമായിരിക്കും. ഒത്തിരി വേദനകൾ, ഭാരങ്ങൾ, മുറിവേൽപ്പിക്കുന്ന അവസ്ഥ, ഒത്തിരി അവസ്ഥകളിലൂടെ, ഒത്തിരി പ്രോസസ്സിങ് ടൈമിലൂടെ കടന്നു പോയാലും നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മധുരമേറിയ അവസ്ഥ ദൈവം പുറപ്പെടുവിക്കാനിടയായിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇപ്രകാരമാണ്. കേട്ട വാഗ്ദത്തങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി ആലോചനകൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടായിരിക്കും. ഒത്തിരി നമ്മൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നേടേണ്ടത് ഒത്തിരിയുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് ഒരു പ്രോസസ്സിങ് ടൈമിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മിൽ ഈന്തപ്പനയിൽ, ഒരു ഈന്തവൃക്ഷത്തിൽ അല്ലെങ്കിൽ ഈന്തപ്പനയിൽ അതിൻ്റെ ഫലം എപ്രകാരം മധുരിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില മധുരമേറിയ അവസ്ഥകൾ ദൈവം നമുക്ക് വേണ്ടി പുറത്തുനിന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തൊട്ടാവാടി പോലെയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. തൊട്ടാവാടിക്ക് ഒരു പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. തൊട്ട ഉടനെ അതിൻ്റെ ഇലകളും ഒക്കെ പുറകോട്ട് അതിൻ്റെ ചുരുണ്ടു പോകുന്ന അവസ്ഥകളുണ്ട്. അതുപോലെയല്ല, നമ്മൾ ഒന്ന് ഉഷ്ണം തട്ടുമ്പോൾ വാടുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും ഫലം കായ്ക്കുന്നവരായിരിക്കും, സ്ട്രോങ് ആയി നിൽക്കുന്നവരായിരിക്കും. പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും. അതിനായി കർത്താവ് നമ്മൾ ഉപയോഗിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.